ഹലോ, വെൽക്കം ടു മാക്സിയോൺ. സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മാത്തമാറ്റിക്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു പാർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. റിയൽ അനാലിസിസും കോംപ്ലക്സ് അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാർട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ എഫ് എന്ന് പറയുന്നത് റിയൽ നമ്പറിൽ നിന്നും റിയൽ നമ്പറിലോട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. എഫ് ഓഫ് എക്സ് എന്ന് തന്നിട്ടുള്ള എന്താണ്? റാഷണൽ നമ്പർ ആവുന്ന സമയത്ത് എക്സ് സ്ക്വയറും ഇറാഷണൽ നമ്പർ ആവുന്ന സമയത്ത് x-2 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ ഡിസ്കണ്ടിന്യൂസ് ആണോ, എവിടെയാണ് കണ്ടിന്യൂസ് എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്ക് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമുക്ക് തരുന്നത് എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് റാഷണൽ ആവുന്ന സമയത്ത്, ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ഇറാഷണൽ ആവുന്ന സമയത്തും ആണ് തരുന്നതെന്ന് വിചാരിക്കുക. അതായത് ഇതാണ് നമ്മുടെ എഫ് ഓഫ് എക്സ്. എക്സ് റാഷണൽ ആവുന്ന സമയത്ത് എച്ച് ഓഫ് എക്സും എക്സ് ഇറാഷണൽ ആവുന്ന സമയത്ത് ജി ഓഫ് എക്സും ആണെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണം എന്നുണ്ടെങ്കിൽ, അതായത് എഫ് കണ്ടിന്യൂസ് ആവുന്നത് എവിടെ മാത്രമായിരിക്കും? എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ആവുന്നിടത്ത് മാത്രമായിരിക്കും ഈ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഉണ്ടാവാം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെന്നുണ്ടെങ്കിൽ ഇറാഷണലിലുള്ള x-2 എന്തിനോട് ഈക്വൽ ആയിരിക്കണം? റാഷണലിലുള്ള എക്സ് സ്ക്വയറിനോട് ഈക്വൽ ആയിരിക്കണം. അതായത് x-2 ഈക്വൽ ടു എക്സ് സ്ക്വയർ, അതായത് എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 2 ഈക്വൽ ടു 0 ആവുന്ന എക്സുകൾക്കാണ് ഈ ഫംഗ്ഷൻ എന്തായിട്ടുണ്ടാവുക? കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റാം. അപ്പോൾ അത് ഈക്വൽ ആയിട്ടുള്ള വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ നമ്മൾ സോൾവ് ചെയ്താൽ എക്സ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4a ഇൻറ്റു സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഇൻറ്റു 2 ആയിരിക്കും വരുന്നുണ്ടാവുക. ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് വരുന്നുണ്ടാവും? 2. ദാറ്റ് ഈസ് 1 ഈസ് ഈക്വൽ ടു 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് മൈനസ് 7 ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പം ആ പോയിന്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് വരുന്നത് എന്തായിരിക്കും? 1 പ്ലസ് ഓർ മൈനസ് 7i/2 ആണ്. അതായത് ഈ രണ്ട് പോയിന്റിൽ മാത്രമായിരിക്കും. ഏതൊക്കെ ആയിരിക്കും ആ പോയിന്റ്? എക്സ് ഈക്വൽ ടു 1 പ്ലസ് 7i റൂട്ട് 7i, 1 പ്ലസ് റൂട്ട് 7iലും അതേ y2ലും, അതേപോലെ തന്നെ 1 മൈനസ് റൂട്ട് 7i/2ലും ആയിരിക്കും നമുക്ക് എന്തുണ്ടാവുക? ഈ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് രണ്ടും കോംപ്ലക്സ് ആണ് അല്ലേ? കോംപ്ലക്സ് വാല്യൂസ് ആണ്. അപ്പോൾ കോംപ്ലക്സ് വാല്യൂസ് ആയതുകൊണ്ട് തന്നെ റിയൽ പാർട്ട് അല്ലെങ്കിൽ റിയൽ അനാലിസിസിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ റിയൽ നമ്പർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ റിയൽ നമ്പറിൽ ഒരു പോയിന്റിലും ഈ ഫംഗ്ഷൻ എന്തായിരിക്കില്ല? കണ്ടിന്യൂസ് ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എഫ് ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എവറി പോയിന്റ്. ഓപ്ഷൻ സി ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അതായത് ഇത് ആകെ കണ്ടിന്യൂസ് ആവുന്ന എവിടെയാണ്? 1 പ്ലസ് റൂട്ട് 7i/2ലും 1 മൈനസ് റൂട്ട് 7i/2ലും ആണ് നമുക്ക് വരുന്നുണ്ടാവാം. അതുകൊണ്ട് തന്നെ റിയലിൽ നമുക്ക് എന്തായിരിക്കില്ല? റിയൽ നമ്പേഴ്സിൽ എവിടെയും ഇത് കണ്ടിന്യൂസ് ആയിരിക്കില്ല. നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് റിയൽ നമ്പറിലായതുകൊണ്ട് തന്നെ റിയൽ നമ്പറിൽ എവിടെയും ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കില്ല. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ഇവിടെ ലിമിറ്റ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ലിമിറ്റ് കണ്ടുപിടിക്കാനാണ് നമുക്കിവിടെ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 e⁻1/x മൈനസ് e⁻1/x ഡിവൈഡഡ് ബൈ e⁻1/x പ്ലസ് e⁻1/x ആണ്. ഇതിൻ്റെ ലിമിറ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു സംഭവം 1/x എന്നുള്ളൊരു ഫംഗ്ഷൻ ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1/xൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് 0ൻ്റെ ലെഫ്റ്റ് സൈഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, അതായത് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 മൈനസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 0ൻ്റെ റൈറ്റ് സൈഡിൽ നമ്മുടെ ഈ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഈ ഒരു 1/x എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ എടുക്കുമ്പോൾ 0ൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ഫംഗ്ഷൻ വരുന്നത് എന്തായിരിക്കും? നമുക്ക് ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ 0ൻ്റെ തൊട്ടിപ്പുറം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വാല്യൂ ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 1/0 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഫിനിറ്റി ആയിട്ട് എടുക്കുകയാണെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അതേപോലെ തന്നെ ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് നമ്മൾ എടുക്കുന്ന സമയത്ത് 0 പ്ലസ് എന്ന് പറഞ്ഞാൽ 0ൻ്റെ റൈറ്റ് സൈഡ് ആണ് നമുക്ക് വരിക. 0ൻ്റെ റൈറ്റ് സൈഡിൽ നമുക്ക് എക്സ് പോസിറ്റീവ് ആയിരിക്കും. എക്സ് പോസിറ്റീവ് ആകുന്നത് കൊണ്ട് തന്നെ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 പ്ലസ് 1/x എന്ന് പറയുന്നത് എന്തായിരിക്കും? പോസിറ്റീവ് ഇൻഫിനിറ്റി ആയിരിക്കും വരുന്നുണ്ടാവുക. അതായത് 1/x ആസ് എക്സ്റ്റെൻഡിങ് ടു 0 മൈനസ് 0ൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് മൈനസ് ഇൻഫിനിറ്റിയും റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നമുക്ക് പ്ലസ് ഇൻഫിനിറ്റി എന്നുള്ള രീതിയിലായിരിക്കും കിട്ടുന്നുണ്ടാവുക. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 e⁻1/x മൈനസ് e⁻1/x e⁻1/x ഡിവൈഡഡ് ബൈ e⁻1/x പ്ലസ് e⁻1/x ആയിരിക്കും ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മേലെന്ന് നമുക്ക് രണ്ടിലും നമുക്ക് e⁻1/x നമുക്ക് പുറത്തെടുക്കാം. e⁻1/x നമ്മൾ പുറത്തെടുത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക്
ഇവിടെ നമുക്ക് ഇതേപോലെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ഇപ്പോൾ നമുക്ക് ആദ്യം റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കാനായിട്ട് e⁻1/x നമ്മൾ പുറത്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന എന്തായിരിക്കും 1 മൈനസ് e⁻2/x എന്നായിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക അല്ലേ. അതായത് 1/x നമ്മൾ പുറത്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് -2/x ആയിരിക്കും ഉണ്ടാവുക. ഡിവൈഡഡ് ബൈ താഴെന്ന് നമുക്ക് e⁻1/x പുറത്തെടുക്കാം. 1/x പുറത്തെടുത്തു കഴിഞ്ഞാൽ 1 പ്ലസ് e⁻2/x ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പം ഈ e⁻1/xകൾ ക്യാൻസൽ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് വരുന്നുണ്ടാവുക ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 പ്ലസ് ആണ് നമ്മൾ എടുക്കുന്നത്. 0 പ്ലസ് 1 മൈനസ് e⁻2/xും ഡിവൈഡഡ് ബൈ 1 പ്ലസ് e⁻2/x ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 1/x റൈറ്റ് ഹാൻഡ് ലിമിറ്റിൽ നമുക്ക് 1/x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫിനിറ്റി ആണ് വരുന്നുണ്ടാവുക. അപ്പോൾ നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞാൽ 1 മൈനസ് e⁻∞ എന്നായിരിക്കും ഇവിടെ കിട്ടുക ഡിവൈഡഡ് ബൈ 1 പ്ലസ് e⁻∞. കാരണം ഓൾറെഡി -2 ഉണ്ട്. അപ്പോൾ -2 ഉള്ളത് കൊണ്ട് തന്നെ 1/x എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആകുമ്പോൾ -∞ എന്ന് കിട്ടുന്നുണ്ടാവും. ഈ e⁻∞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 0 ആണ് നമുക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ 1/1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നമുക്ക് എന്ത് കിട്ടി? നമുക്ക് 1 എന്ന് കിട്ടി. ഇനി നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 മൈനസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എന്താ പുറത്തെടുക്കേണ്ടത്? e⁻1/x ആണ് നമ്മൾ പുറത്തെടുക്കേണ്ടത്. e⁻1/x നമ്മൾ പുറത്തെടുത്തു കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാവുന്നത് എന്തായിരിക്കും? നമുക്ക് 2/x ആയിരിക്കും ഉണ്ടാവുക അല്ലേ. e⁻2/x മൈനസ് 1 ഡിവൈഡഡ് ബൈ ഇവിടുന്ന് നമ്മൾ e⁻1/x പുറത്തെടുത്തു കഴിഞ്ഞാൽ e⁻2/x പ്ലസ് 1 എന്നായിരിക്കും നമുക്ക് ഉണ്ടാവുക. അപ്പോൾ e⁻1/xകൾ ക്യാൻസൽ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 മൈനസ് നമുക്ക് e⁻2/x ആണ് അല്ലേ. e⁻2/x മൈനസ് 1 ഡിവൈഡഡ് ബൈ e⁻2/x പ്ലസ് 1 ആണ് നമുക്ക് വരിക. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ 0ൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുമ്പം ആസ് എക്സ്റ്റെൻഡിങ് ടു 0 മൈനസ് നമ്മുടെ ഫംഗ്ഷൻ എന്താണ് 1/x എന്ന് പറയുന്നത് -∞ ആണ്. അപ്പോൾ 2/x എന്ന് പറയുന്നത് എന്തായിരിക്കും? അതും -∞ ആയിരിക്കും. അപ്പോൾ e⁻∞ മൈനസ് 1 ഡിവൈഡഡ് ബൈ e⁻∞ പ്ലസ് 1 എന്ന് വരും. e⁻∞ 0 ആയതുകൊണ്ട് -1/1 എന്തായിരിക്കും? -1 ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പോൾ 0ൻ്റെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നമുക്ക് എന്ത് വരുന്നുണ്ട്? 1 വരുന്നുണ്ട്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നമുക്ക് എന്താണ്? -1 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 നമ്മുടെ ഫംഗ്ഷൻ f(x) എന്ന് പറയുന്നത് ഡസ് നോട്ട് എക്സിസ്റ്റ് ആയിരിക്കും. അപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് എമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ? തന്നിട്ടുള്ളവയിൽ ട്രൂ അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് എന്താണെന്നാണ് നോക്കേണ്ടത്. വളരെ എളുപ്പത്തിൽ നമുക്ക് പറയാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? എ സീക്വൻസ് കനോട്ട് കൺവേർജ് ടു മോർ ദാൻ 1 ലിമിറ്റ്. ഒരിക്കലും ഇല്ല. ഒരു സീക്വൻസ് എങ്ങോട്ട് മാത്രമേ കൺവേർജ് ചെയ്യുള്ളൂ? ഒരു ലിമിറ്റിലേക്ക് കൺവേർജ് ചെയ്യുള്ളൂ. ഒന്നിൽ കൂടുതൽ ലിമിറ്റിലേക്ക് കൺവേർജ് ചെയ്യില്ല. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് ഓപ്ഷൻ നമുക്ക് ഫോൾസ് ആണ്. എവറി കൺവേർജന്റ് സീക്വൻസ് ഈസ് ബൗണ്ടഡ്. ട്രൂ ആണ് അല്ലേ. കൺവേർജന്റ് ആണെങ്കിൽ ആ സീക്വൻസ് എന്തായിരിക്കും? ബൗണ്ടഡ് ആയിരിക്കും. ഇതും ഒരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷേ നമുക്ക് ഓപ്ഷൻ നമുക്ക് ഫോൾസ് ആണ്. ചോദിച്ചത് നോട്ട് ട്രൂ ആണ്. ഇനി എവറി ബൗണ്ടഡ് സീക്വൻസ് ഈസ് കൺവേർജന്റ്. അല്ല, ഇത് ട്രൂ അല്ല. കാരണം ബൗണ്ടഡ് ആണ് എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് എന്തായിരിക്കില്ല? ഒരു സീക്വൻസ് കൺവേർജന്റ് ആയിരിക്കില്ല. കാരണം നമുക്ക് എന്തെടുത്താൽ മതി? an എന്ന് പറയുന്നത് -1/n എന്ന് പറയുന്ന ഈ ഒരു സീക്വൻസ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സീക്വൻസ് എന്താണ്? നമുക്ക് ബൗണ്ടഡ് ആയിട്ടുള്ള സീക്വൻസ് ആണ്. പക്ഷേ ഈ സീക്വൻസ് എന്തല്ല? കൺവേർജന്റ് ആയിട്ടുള്ള സീക്വൻസ് അല്ല അല്ലേ. ഈ സീക്വൻസ് ബൗണ്ടഡ് ആണ് പക്ഷേ കൺവേർജന്റ് അല്ലാത്തൊരു സീക്വൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം കൺവേർജന്റ് ആണെങ്കിൽ ബൗണ്ടഡ് ആണ്. പക്ഷെ തിരിച്ച് നമുക്ക് ബൗണ്ടഡ് ആണെങ്കിൽ എന്താണെന്ന് പറയാൻ പറ്റില്ല? കൺവേർജന്റ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇവിടെ ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഓപ്ഷൻ സി ആണ്. അപ്പോൾ സി നമുക്ക് കറക്റ്റ് ആൻസർ ആയിരിക്കും. ഇനി ഓപ്ഷൻ ഡിയിലേക്ക് നോക്കുകയാണെങ്കിൽ ലിമിറ്റ് ഓഫ് എ കൺവേർജന്റ് സീക്വൻസ് ഈസ് യുണീക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു കൺവേർജന്റ് സീക്വൻസിന് ലിമിറ്റ് യുണീക്ക് ആണ്. അത് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഓപ്ഷൻ നമുക്ക് ഫോൾസ് ആണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് എന്തായിരിക്കും? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. -1n/n എന്ന് പറയുന്ന ഈ ഒരു സീരീസ് ഇത് ഒരു കൺവേർജന്റ് സീരീസ് ആണോ അബ്സല്യൂട്ട്ലി കൺവേർജന്റ് സീരീസ് ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പം ഈ ഒരു സീരീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് വരുന്നുണ്ടാവും? നമുക്ക് അബ്സല്യൂട്ട് കൺവേർജൻസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അബ്സല്യൂട്ട് കൺവേർജൻസ് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മോഡുലസ് ഓഫ്, അതായത് നമ്മുടെ an എന്ന് പറയുന്നത് എന്താണ്? -1n/n ആണ്. അപ്പോൾ നമുക്ക് മോഡുലസ് ഓഫ് an നമുക്ക് നോക്കാം. മോഡുലസ് ഓഫ് an എന്ന് പറയുന്നത് എന്തായിരിക്കും? മോഡുലസ് ഓഫ് -1n/n ആയിരിക്കും വരുന്നുണ്ടാവുക.
അപ്പോൾ -1 എടുത്തു കഴിഞ്ഞാൽ അവിടെ മോഡുലസ് എടുക്കുമ്പോൾ നമുക്ക് എന്തായിട്ട് മാറും? 1/n ആയിട്ട് മാറും. ഈ ഒരു സീരീസ് നമുക്ക് കൺവേർജൻ്റ് ആണോ അല്ലേ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഇത് കൺവേർജൻ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണെന്ന് പറയാം. അതിനുവേണ്ടി നമുക്ക് an+1/an നമുക്ക് കോഷീസ് അതായത് കോഷീസ് റേഷ്യോ ടെസ്റ്റ് നമുക്ക് എടുക്കാം. nth ടെസ്റ്റ് അല്ല, റേഷ്യോ ടെസ്റ്റ് നമുക്ക് എടുക്കാം. റേഷ്യോ ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരുന്നുണ്ടാവും? 1/n+1 ഡിവൈഡഡ് ബൈ 1/n ആണ്. അപ്പോൾ നമുക്ക് എന്ത് വരുന്നുണ്ടാവും? n ഡിവൈഡഡ് ബൈ n+1 എന്ന് വരും. n ഡിവൈഡഡ് ബൈ n+1 ആണെങ്കിൽ നമുക്ക് അതിനെന്ത് ചെയ്യാം? n+1 n+1 ഇൻറ്റു n എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് വന്നു? 1/n+1 എന്ന് വന്നു. ഇനി നമുക്ക് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an+1/an കണ്ടുപിടിക്കാം. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an+1/an എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n+1 ആണ്. 1/n+1 എങ്ങോട്ട് പോകും? 0 പോകും, വിച്ച് ഈസ് ലെസ് ദാൻ 1. റേഷ്യോ ടെസ്റ്റ് പ്രകാരം an+1/an ലിമിറ്റ് ലെസ് ദാൻ 1 ആണെങ്കിൽ ആ സീരീസ് എന്തായിരിക്കും? കൺവേർജൻ്റ് ആയിട്ടുള്ള സീരീസ് ആയിരിക്കും. അപ്പോൾ കൺവേർജൻറ്റ് സീരീസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോഡുലസ് ആണ് കൺവേർജൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത് എന്തായിരിക്കും? ആബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ആബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണെങ്കിൽ മറ്റൊരു കാര്യമുണ്ട്. ഒരു സീരീസ് ആബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ സീരീസ് ഒരു കൺവേർജൻ്റ് ആയിട്ടുള്ള സീരീസ് ആണെന്ന് പറയാം. അപ്പോൾ ആബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണ്, അതുകൊണ്ട് കൺവേർജൻറ്റും ആണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് നമുക്കിവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. കാരണം ഈ തന്നിരിക്കുന്ന ഈ ഒരു സീരീസ് എന്താണ്? ഒരു അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആയിട്ടുള്ള ഒരു സീരീസ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഡബിൾ ഇൻ്റഗ്രലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യമാണ്. അതായത് ഇവിടെ നമുക്ക് ഈ ഒരു ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്താണ്? ഇൻ്റഗ്രൽ 0 to 2 and 0 to x e⁻x+y എന്ന് പറയുന്ന ഈ ഒരു ഡബിൾ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? നമുക്ക് ഇൻ്റഗ്രൽ 0 to 2 നമുക്ക് e⁻x+y വിത്ത് റെസ്പെക്ട് ടു എന്ത് നമുക്ക് ചെയ്യാം? വിത്ത് റെസ്പെക്ട് ടു y നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് e⁻x+y നമ്മളൊന്ന് മാറ്റിയിട്ട് e⁻x ഇൻറ്റു e⁻y dy/dx എന്ന് നമുക്ക് പറയാം. അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇൻ്റഗ്രൽ 0 to 2 e⁻x വിത്ത് റെസ്പെക്ട് ടു y ആണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അപ്പോൾ e⁻x എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. e⁻x അങ്ങനെ വെച്ചു. e⁻y ഇൻ്റഗ്രൽ എന്താണ്? e⁻y തന്നെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവിടെ നമ്മൾ 0 to x ആണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ y ഡീവിയേഷൻ ഫ്രം അല്ലെങ്കിൽ y ഈസ് റണ്ണിങ് ഫ്രം 0 to x ആണ്. സോ 0 to 2 e⁻x ഇൻറ്റു നമുക്ക് എന്ത് വരുന്നുണ്ടാവും? e⁻x മൈനസ് e⁻0 എന്നായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ e⁻x മൈനസ് e⁻0 dx എന്ന് വരും. e⁻x മൈനസ് e⁻0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക? e⁻x മൈനസ് 1 dx ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അതിന് നമ്മൾ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ 0 to 2 e⁻x ഇൻറ്റു e⁻x എന്ന് പറഞ്ഞാൽ e⁻2x ആയിരിക്കും. e⁻2x മൈനസ് e⁻x നമുക്ക് വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? e⁻2xൻ്റെ ഇൻ്റഗ്രൽ e⁻2x ഡിവൈഡഡ് ബൈ 2 മൈനസ് e⁻xൻ്റെ ഇൻ്റഗ്രൽ e⁻x തന്നെയാണ്, വിച്ച് ഈസ് റണ്ണിങ് ഫ്രം 0 to 2. അപ്പോൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്താൽ e⁻4 ഡിവൈഡഡ് ബൈ 2 മൈനസ് നമുക്ക് എന്ത് വരുന്നുണ്ടാവും? e⁻2 വരുന്നുണ്ടാവും. മൈനസ് നമുക്ക് എന്തുണ്ടാവും? അപ്പോൾ ലോവർ ലിമിറ്റ് ചെയ്യാം. e⁻0/2 മൈനസ് e⁻0. ദാറ്റ് ഈസ് നമുക്ക് എന്ത് കിട്ടും? e⁻4/2 മൈനസ് e സ്ക്വയർ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ e⁻0 1 ആയിരിക്കും. മൈനസ് 1/2 പ്ലസ് 1 എന്നായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ മൈനസ് 1/2 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ആ ഒരു ഇൻ്റഗ്രൽ വാല്യൂ നമുക്ക് എങ്ങനെ പറയാം? e⁻4/2 മൈനസ് e സ്ക്വയർ മൈനസ് 1/2 പ്ലസ് 1/2 എന്തായിട്ട് മാറും? പ്ലസ് 1/2 ആയിട്ട് മാറും. ഇതെന്താണ് ശരിക്കും? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1/2 നമ്മൾ പുറത്തെടുത്തു കഴിഞ്ഞാൽ e⁻4 മൈനസ് 2 e സ്ക്വയർ പ്ലസ് 1 ആണ് നമുക്ക് വരുന്നുണ്ടാവുക. ഈ ബ്രാക്കറ്റിനകത്തുള്ളത് എന്താണ്? ബ്രാക്കറ്റിനകത്തുള്ളത് e സ്ക്വയർ മൈനസ് 1ൻ്റെ ഹോൾ സ്ക്വയർ ആണ്. സോ 1/2 ഇൻറ്റു e സ്ക്വയർ മൈനസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ നമുക്കിവിടെ ഡബിൾ ഇൻ്റഗ്രൽ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആദ്യം നമ്മൾ വിത്ത് റെസ്പെക്ട് ടു y നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തു, അതിൻ്റെ ലിമിറ്റ് അപ്ലൈ ചെയ്തു. പിന്നീട് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു x ചെയ്തു, അതിൻ്റെ ലിമിറ്റ് അപ്ലൈ ചെയ്തു. ഇതാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഇൻ്റഗ്രൽ 1 to e 1 to e സ്ക്വയർ 1 to e ക്യൂബ് 1/xyz dx dy dz ആണ്. അപ്പം x y z ആണ്. അപ്പോൾ ഇതിനെ നമ്മളൊന്ന് മാറ്റി എഴുതി കഴിഞ്ഞാൽ 1/e
1 by e square and integral 1 by e cube, 1 by x, 1 by y, 1 by z dx dy dz ആയിട്ട് എടുക്കുകയാണെങ്കിൽ വിത്ത് റെസ്പെക്ട് എക്സ് ആകുമ്പോൾ നമുക്ക് വൈയും സെഡും കോൺസ്റ്റന്റ് ആണ്, വൈ ആണെങ്കിൽ എക്സും സെഡും കോൺസ്റ്റന്റ് ആണ്, സെഡ് ആണെങ്കിൽ എക്സും വൈയും കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ഇന്റഗ്രൽ 1 to e 1 by x dx ഇൻറ്റു ഇന്റഗ്രൽ 1 to e സ്ക്വയർ 1 by y dy ഇൻറ്റു ഇന്റഗ്രൽ 1 to e ക്യൂബ് 1 by z dz. ഇങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അല്ലേ? അതായത് ആദ്യം നമ്മൾ വിത്ത് റെസ്പെക്ട് എക്സ് ആണ്, സോ ഇവിടെ നമുക്ക് 1 by x, അതായത് ഫസ്റ്റ് ഇന്റഗ്രൽ കാണേണ്ടത് ഡി എക്സ് ആണ്. സോ 1 to e നമുക്കിവിടെ വരുന്നുണ്ടാവുക 1 to e ക്യൂബ് 1 by x ആണ്. വ്യത്യാസമുണ്ട്. നമുക്ക് ഫസ്റ്റ് വരുന്നത് എന്തിൻ്റെ ലിമിറ്റ് ആണ്? 1 to e ക്യൂബ് എന്ന് പറയുന്നത് എക്സിൻ്റെ ലിമിറ്റ് ആണ്. സോ 1 to e ക്യൂബ് 1 by x dx വരും. അതിനുശേഷം നമ്മൾ കാണുന്നത് എന്താണ്? വൈയുടെ ആണ്. 1 to e സ്ക്വയർ 1 by y dy വരുന്നുണ്ടാവും. ആൻഡ് അടുത്ത് നമുക്ക് സെഡിൻ്റെതാണ്. അപ്പോൾ നമുക്ക് എന്ത് വരും? 1 by z dz എന്ന് വരും. അപ്പോൾ ഇൻ്റഗ്രൽ ഓരോന്നോരോന്നായിട്ട് നമ്മൾ കാണാം. 1 to e 1 by z dz. 1 by z-ൻ്റെ ഇൻ്റഗ്രൽ ലോഗ് z ആണ്. അപ്പോൾ ലോഗ് z-നകത്ത് നമുക്ക് എന്ത് വരുന്നുണ്ടാവും? 1 to e വരുന്നുണ്ടാവും. അതായത് ലോഗ് e മൈനസ് ലോഗ് 1. ലോഗ് 1 0 ആണ്, ലോഗ് e 1 ആണ്. അപ്പോൾ നമുക്ക് 1 എന്ന് കിട്ടും. ഇനി അടുത്ത് നമുക്ക് 1 to e സ്ക്വയർ ആണ്. 1 to e സ്ക്വയർ 1 by y dy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് വരുന്നത് എന്തായിരിക്കും? ലോഗ് y ആയിരിക്കും. ലോഗ് y 1 to e സ്ക്വയർ ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ 1 to e സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗ് e സ്ക്വയർ മൈനസ് ലോഗ് 1 വരും. ലോഗ് e സ്ക്വയറിന് നമുക്ക് 2 ലോഗ് e എന്ന് എഴുതാം അല്ലേ? മൈനസ് 0. 2 ലോഗ് e എന്ന് പറഞ്ഞാൽ 2 ആണ്. ആൻഡ് ഫൈനലി നമുക്ക് എന്ത് കൂടെ വേണം? 1 to e ക്യൂബ് വേണം. 1 to e ക്യൂബ് 1 by x dx വേണം. അപ്പോൾ ലോഗ് എക്സിനകത്ത് നമുക്ക് എന്ത് വരും? 1 to e ക്യൂബ് എന്ന് വരുന്നുണ്ടാവും. 1 to e ക്യൂബ് എന്ന് പറഞ്ഞാൽ ലോഗ് e ക്യൂബ് മൈനസ് ലോഗ് 1 ആണ്. ആ ലോഗ് e ക്യൂബിനെ നമുക്ക് 3 ലോഗ് e എന്ന് എഴുതാം. 3 ലോഗ് e എന്ന് പറയുമ്പോൾ 3 ആയിരിക്കും കിട്ടുക. ഇനി എല്ലാത്തിൻ്റെയും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 into 2 into 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 6 എന്ന് കിട്ടും. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് കോംപ്ലക്സ് അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ചോദ്യമാണ്. എഫ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു മോഡ് സെഡ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ. മോഡ് സെഡ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് അനലിറ്റിക് ആണോ, കണ്ടിന്യൂസ് ആണോ, ഡിഫറൻഷ്യബിൾ ആണോ എന്നുള്ളതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെ എഫ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു മോഡ് സെഡ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സെഡ് സ്ക്വയറിനെ നമുക്ക് സെഡ് ബാർ എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ സെഡ് ബാർ എന്ന് എഴുതാൻ പറ്റുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് പറയണം? ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആവണം എന്നുണ്ടെങ്കിൽ ഡോ എഫ് ബൈ ഡോ സെഡ് ബാർ എന്തായിരിക്കണം? 0 ആയിരിക്കണം. അപ്പോൾ നമ്മളിവിടെ ഡോ എഫ് ബൈ ഡോ സെഡ് ബാർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? ഡോ എഫ് ബൈ ഡോ സെഡ് ബാർ എന്ന് പറയുന്നത് ഇസഡ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പം ഡോ എഫ് ബൈ ഡോ സെഡ് ബാർ ഈക്വൽ ആവണം എന്നുണ്ടെങ്കിൽ, അതായത് ഈക്വൽ ടു 0 ആവണം എന്നുണ്ടെങ്കിൽ ഇസഡ് എന്തായിരിക്കണം? 0 ആവണം അല്ലേ? ഇവിടെ നമുക്ക് ഡോ എഫ് ബൈ ഡോ സെഡ് ബാർ സെഡ് ആ കിട്ടുന്നത്. അപ്പോൾ ഡിഫറൻഷ്യബിൾ ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കണം? എക്സ് ഈക്വൽ ടു 0 ആവണം. അപ്പോൾ ഓൺലി പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇത് എല്ലായിടത്തും ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള ഫംഗ്ഷൻ അല്ല. എന്തായിരിക്കും? സെഡ് ഈക്വൽ ടു 0 മാത്രമായിരിക്കും നമുക്ക് ഡിഫറൻഷ്യബിൾ ആവുകയാണെങ്കിൽ ആവുന്നുണ്ടാവുക. അതാണ് ഇവിടെ കണ്ടീഷൻ. ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ നിർബന്ധമായിട്ട് എന്താണ്? ഡോ എഫ് ബൈ ഡോ സെഡ് ബാർ ഈക്വൽ ടു 0 ആവണം, എന്നാലേ ഡിഫറൻഷ്യബിൾ ആവുള്ളൂ. അപ്പോൾ ഇവിടെ സെഡ് ഈക്വൽ ടു 0 ആണെങ്കിൽ മാത്രമേ നമുക്ക് അതിനൊരു ചാൻസ് ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? സെഡ് ഈക്വൽ ടു 0 മാത്രമാണ് ഡിഫറൻഷ്യബിൾ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ത്രൂ ഔട്ട് അനലിറ്റിക് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ? അനലിറ്റിക് ഓൺ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പോയിന്റിലും, സിയിലുള്ള കോംപ്ലക്സ് പ്ലെയിനിലുള്ള എല്ലാ പോയിന്റ്സിലും എന്തായിരിക്കണം? അനലിറ്റിക് ആയിരിക്കണം. അത് അനലിറ്റിക് അല്ല, കാരണം നമുക്ക് എന്താണ്? ഡിഫറൻഷ്യബിൾ ആകുന്നത് സെഡ് ഈക്വൽ ടു 0 മാത്രമാണ് ഒരു സാധ്യതയായിട്ട് നമുക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഒഴിവാക്കാം. ഇനി അടുത്ത് നമുക്ക് എന്താ വരുന്നത്? കണ്ടിന്യൂസ് ആണോ അല്ലേ എന്നുള്ളത്. ഇത് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് അല്ലേ? എഫ് ഓഫ് സെഡ് ഈക്വൽ ടു മോഡ് സെഡ് സ്ക്വയർ എന്ന് പറയുന്നത് പ്യൂർലി ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. അപ്പോൾ നോട്ട് കണ്ടിന്യൂസ് എന്ന് പറയുന്നത് നമുക്ക് ഒഴിവാക്കാം. ഇനി ഡിഫറൻഷ്യബിൾ നോവർ ഇൻ സി ഉണ്ട്, ഡിഫറൻഷ്യബിൾ അറ്റ് സി ഉണ്ട്. അപ്പോൾ ഡിഫറൻഷ്യബിൾ ആണോ അല്ലയോ നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ ഡിഫറൻഷ്യബിൾ ആണോ അല്ലയോ ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് വേണം? കോഷി റീമാൻ ഇക്വേഷൻ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ കോഷി റീമാൻ ഇക്വേഷൻ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മോഡ് സെഡ് സ്ക്വയറിനെ നമുക്കൊന്ന് മാറ്റാം. മോഡ് സെഡ് സ്ക്വയറിന് നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന് എഴുതാം അല്ലേ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? യു എക്സും യു വൈ എന്നുള്ള രീതിയിൽ എഴുതി കഴിഞ്ഞാൽ എന്തായിരിക്കും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു 0 എന്നുള്ള രീതിയിലായിരിക്കും വരിക. അതായത് യു എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറും വി എന്ന് പറയുന്നത് 0യുമാണ്. അപ്പോൾ യു എക്സ് എന്ത് വരുന്നുണ്ടാവും? 2x വരുന്നുണ്ടാവും. വി വൈ 0 ആണ്. യു വൈ എന്ത് വരുന്നുണ്ടാവും? യു വൈ എന്ന് പറയുന്നത് 2y ആയിരിക്കും. ആൻഡ് വി എക്സ് എന്ന് പറയുന്നത്
0 ആയിരിക്കും. അപ്പോൾ യു എക്സ് ഈക്വൽ ടു വി വൈയും യു വൈ ഈക്വൽ ടു ഇത് ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, അതായത് ഇത് രണ്ടും സാറ്റിസ്ഫൈ ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു 0യും വൈ ഈക്വൽ ടു 0യും ആയിരിക്കണം. ഇതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, സെഡ് ഈക്വൽ ടു 0യിൽ കണ്ടിന്യൂസ് ആണ്, അല്ലെങ്കിൽ എക്സ് വൈ ഈക്വൽ ടു 0യിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. അവിടെ കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ട്. അപ്പോൾ കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ആവുകയും അതേപോലെ തന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ പാർഷ്യൽ ഡെറിവേറ്റീവ് ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് കണ്ടിന്യൂസും ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഈ ഒരു ഫംഗ്ഷൻ 0,0യിൽ അനലിറ്റിക് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അനലിറ്റിക് ആണെങ്കിൽ ഡിഫറൻഷ്യബിൾ ആയിരിക്കും. അപ്പോൾ 0,0യിൽ ഫംഗ്ഷൻ എന്താണ്, ഡിഫറൻഷ്യബിൾ ആണ്. അപ്പോൾ നോവർ ഡിഫറൻഷ്യബിൾ എന്ന് പറയുന്നത് തെറ്റാണ്, ഡിഫറൻഷ്യബിൾ ആയിരിക്കും. മറ്റേ z ഈക്വൽ ടു 0യിൽ ഡിഫറൻഷ്യബിൾ ആയിരിക്കും. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു യു ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് വൈ ആണ്. ഇത് ഹാർമോണിക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹാർമോണിക് ആണെങ്കിൽ വാല്യൂ ഓഫ് എ ആണ് കണ്ടുപിടിക്കേണ്ടത്. എയുടെ വാല്യൂ എന്താണെന്നാണ് നോക്കേണ്ടത്. അപ്പം ഹാർമോണിക് ആണ് ഒരു ഫംഗ്ഷൻ, ഹാർമോണിക് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ ഈക്വൽ ടു 0 ആയിരിക്കണം. അപ്പോൾ യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ ഈക്വൽ ടു 0 ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു എന്ന് പറയുന്ന നമ്മുടെ ഫംഗ്ഷൻ ഇവിടെ ഉണ്ട്. യു എന്ന് പറയുന്ന യു ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്, എ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് വൈ ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ യു എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, യു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നുണ്ടാവുക 2ax പ്ലസ് വൈ ആയിരിക്കും അല്ലേ. ഇനി യു വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും കിട്ടുക, യു വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് 2y പ്ലസ് എക്സ് ആണ് കിട്ടുക. ഇനി യു എക്സ് എക്സ് ചെയ്യാം. യു എക്സ് എക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2a ആയിരിക്കും. യു വൈ വൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, -2 ആയിരിക്കും. അപ്പോൾ ഹാർമോണിക് ആണ് എന്ന് പറഞ്ഞതുകൊണ്ട് യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ ഈക്വൽ ടു 0 ആയിരിക്കും. അതായത് 2a - 2 ഈക്വൽ ടു എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ 2a ഈക്വൽ ടു 2 എന്നും a ഈക്വൽ ടു നമുക്ക് 1 എന്നും കിട്ടുന്നുണ്ടാവും. അപ്പോൾ a ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഹാർമോണിക് ആണ് എന്നുണ്ടെങ്കിൽ യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ ഈക്വൽ ടു 0 ആയിരിക്കും വരുന്നുണ്ടാവുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ നാച്ചർ ഓഫ് ദ സിംഗുലാരിറ്റി ഓഫ് ദ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ്റെ സിംഗുലാരിറ്റിയുടെ നാച്ചർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നാച്ചർ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 1 cos z മൈനസ് സൈൻ z അറ്റ് z ഈക്വൽ ടു π/4 ആണ്. ആദ്യം നമുക്ക് ലിമിറ്റ് കണ്ടു നോക്കാം. ലിമിറ്റ് സെറ്റ് ടെൻഡിങ് ടു π/4 1 cos z മൈനസ് സൈൻ z നമുക്ക് വരുന്നുണ്ട്. 1 cos z മൈനസ് സൈൻ z എടുത്തു കഴിഞ്ഞാൽ z π/4ലേക്ക് വരുമ്പോൾ എന്തായിട്ട് മാറും, cos π/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/√2 ആണ്. അതേപോലെ തന്നെ സൈൻ 1/π/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/√2 ആണ്. അപ്പോൾ നമുക്ക് എന്ത് വരും, 1/0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് നമുക്ക് എന്താണ്, ഇൻഫിനിറ്റി ആണ് വരുന്നുണ്ടാവുക. അപ്പോൾ ലിമിറ്റ് ഇൻഫിനിറ്റി ആയതുകൊണ്ട് തന്നെ, അതായത് ലിമിറ്റ് സെറ്റ് ടെൻഡിങ് ടു π/4 1 cos z മൈനസ് സൈൻ z എന്ന് പറഞ്ഞ ഇൻഫിനിറ്റി ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് വരുന്നുണ്ടാവും, ഇവിടെ നമുക്ക് വരുന്ന ഒരു പോൾ ആയിരിക്കും, അത് സിമ്പിൾ പോൾ ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക അല്ലേ. പോളാണ് വരുന്നുണ്ടാവുക. പോളിൻ്റെ ഓർഡർ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഓപ്ഷനിൽ നമുക്ക് സി സിമ്പിൾ പോൾ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ലിമിറ്റ് സെറ്റ് ടെൻഡിങ് ടു എ എഫ് ഓഫ് സെറ്റ് ഇൻഫൈനൈറ്റ് ആണെങ്കിൽ അവിടെ നമുക്ക് എന്ത് പറയാം, അവിടെ ഒക്കർ ചെയ്യുന്ന സിംഗുലാരിറ്റി എന്ന് പറയുന്നത് ഒരു പോൾ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷൻ സി സിമ്പിൾ പോൾ ആയിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവാം. അടുത്ത നമുക്ക് ടൈലർ സീരീസ് എക്സ്പാൻഷൻ ആണ്. നമുക്ക് എഫ് ഓഫ് സെറ്റ് ഈക്വൽ ടു 1/z z ഈക്വൽ ടു 1ലുള്ള ടൈലർ സീരീസ് എക്സ്പാൻഷൻ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ടൈലർ സീരീസ് എക്സ്പാൻഷൻ, നമ്മൾ എഴുതുക എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എ പ്ലസ് എഫ് ഡാഷ് ഓഫ് എ ഇൻറ്റു എക്സ് മൈനസ് എ ബൈ 1 ഫാക്ടോറിയൽ ആൻഡ് അടുത്ത് നമുക്ക് എന്ത് വരും, എഫ് ഡബിൾ ഡാഷ് ഓഫ് എ ഇൻറ്റു എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞിട്ടായിരിക്കും നമുക്ക് എഫ് ഓഫ് എക്സ് വരുന്നുണ്ടാവാം. അപ്പം എ എന്ന് പറയുന്നത് നമ്മുടെ പോയിന്റ് ആണ്. z ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ പോയിന്റ് ആയതുകൊണ്ട് എ ഈക്വൽ ടു എന്തായിരിക്കും, 1 ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ എ ഈക്വൽ ടു 1 നമ്മൾ നോക്കാം. അപ്പോൾ എഫ് ഓഫ് 1 കാണണം. എഫ് ഓഫ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് z എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്, 1/z ആണ് നമുക്ക് ഫംഗ്ഷനായിട്ട് വരുന്നത്. അപ്പോൾ എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 1 എന്ന് കിട്ടുന്നുണ്ടാവും. ഇനി നമുക്ക് എന്താണ് എഫ് ഡാഷ് ഓഫ് z കാണണം. എഫ് ഡാഷ് ഓഫ് z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1/z² ആണ്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് 1 എന്ന് പറയുന്നത് എന്തായിരിക്കും, -1 ആയിരിക്കും. ഇനി എഫ് ഡബിൾ ഡാഷ് നമുക്ക് ആവശ്യമുണ്ട്. എഫ് ഡബിൾ ഡാഷ് ഓഫ് z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരുന്നുണ്ടാവും, -2/z³ വരുന്നുണ്ടാവും. അപ്പോൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് 1 നമുക്ക് കിട്ടുന്നുണ്ടാവുക -2 ആയിരിക്കും. ഇനി നമുക്ക് ഒന്നും കൂടെ നോക്കാം. 3 എണ്ണമാണ് നമുക്ക് വരുന്നത് അല്ലേ, പവർ 3യിലാണ് വരുന്നത്. എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -6/z⁴ ആയിരിക്കും. അപ്പോൾ എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് 1 എന്ന് പറയുന്നത് നമുക്ക് എന്ത് വരുന്നുണ്ടാവും, -6 എന്ന് വരുന്നുണ്ടാവും.
ഇനി നമുക്കിതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/z ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എ 1 ആണ്, എഫ് ഡാഷ് ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 അല്ലേ. അപ്പോൾ നമുക്ക് മൈനസ് വരുന്നുണ്ടാവും, മൈനസ് ഓഫ് z മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ. എഫ് ഡബിൾ ഡാഷ് ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2 ആണ് അല്ലേ. അപ്പോൾ -2 ഉണ്ടാവും, -2 ഇൻറ്റു z മൈനസ് എ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ. അടുത്ത് നമുക്ക് എന്തായിരിക്കും, -6 z മൈനസ് എ ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ മൈനസ് എക്സെട്ര എന്ന് പറഞ്ഞായിരിക്കും പോകുന്നുണ്ടാവാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വരുന്ന എന്തായിരിക്കും, നമുക്കിവിടെ എഫ് ഡാഷ് ഓഫ് എക്സ് സെഡ് ആയിട്ട് വരുന്നത്, അതായത് എഫ് ഡാഷ് ഓഫ് സെഡ് -2z സ്ക്വയറും എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് 2/z ക്യൂബും ആണ്. 2/z ക്യൂബ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് എന്തായിരിക്കും, 2 ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ നമുക്ക് +2 ഉണ്ടാവും, അടുത്ത് നമുക്ക് -6 ഉണ്ടാവും, പിന്നെ നമുക്ക് അടുത്തതിൽ നമുക്ക് പ്ലസ് എന്നുള്ള രീതിയിലായിരിക്കും, അതായത് ഓൾട്ടർനേറ്റീവ് പ്ലസും മൈനസും ആയിരിക്കും പോകുന്നുണ്ടാവുക. അതായത് 1 മൈനസ് z മൈനസ് 1 പ്ലസ് 2 ഇൻറ്റു 2 നമുക്ക് 2 ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് z മൈനസ് എ ഹോൾ സ്ക്വയർ വരും. അടുത്തതിൽ നമുക്ക് എന്തുണ്ടാവും, 6ഉം 3 ഫാക്ടോറിയൽ ക്യാൻസൽ ആയി പോകും. അപ്പോൾ z മൈനസ് എ ഹോൾ ക്യൂബ് എന്ന് നമുക്ക് വരുന്നുണ്ടാവും. അപ്പോൾ എ എന്ന് പറയുന്നത് 1 ആണല്ലോ. അപ്പോൾ എ എന്ന് പറയുന്നത് 1 ആയതുകൊണ്ട് തന്നെ നമുക്ക് 1/z ഈസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക, 1 മൈനസ് z മൈനസ് 1 പ്ലസ് z മൈനസ് 1 ദ ഹോൾ സ്ക്വയർ മൈനസ് z മൈനസ് 1 ദ ഹോൾ ക്യൂബ് പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞ് പോകുന്നുണ്ടാവും. ദാറ്റ് ഈസ് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു പാർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുള്ളത് കോംപ്ലക്സ് അനാലിസിസും റിയൽ അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കോംപ്ലക്സ് അനാലിസിസിൽ നമുക്ക് ടൈലർ സീരീസ് എക്സ്പാൻഷൻ ആയിട്ടും സിംഗുലാരിറ്റി ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകളും അതേപോലെ തന്നെ ഡബിൾ ഇൻ്റഗ്രലിൻ്റെ ട്രിപ്പിൾ ഇൻ്റഗ്രലിൻ്റെ ക്വസ്റ്റ്യൻസുകളൊക്കെയാണ് നമ്മൾ ഈ ഒരു പാർട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. താങ്ക് യു.